വെൽക്കം ടു ട്യൂട്ടി ട്യൂട്ട്. 2024 ഫെബ്രുവരി 21 നടന്നിട്ടുള്ള SSC GD എക്സാമിനേഷൻ്റെ ഷിഫ്റ്റ് 1 പാർട്ടിലെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ടി ഈസ് കോഡഡ് എസ് RFY, കോഫി ഈസ് കോഡഡ് എസ് ഒരു കോഡ് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് വിൽ ഷുഗർ ബി കോഡഡ് എസ്? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? കോഡിങ് ഡീകോഡിങ് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ടിക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു കോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡാറ്റ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം, കുഴപ്പമില്ലല്ലോ. എന്താ തന്നിരിക്കുന്ന ഡാറ്റ? എന്താ? RFY എന്നാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡീകോഡ് ചെയ്തെടുത്തൂടെ? അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ആൽഫബറ്റിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് നമുക്കറിയണം. ടിയുടെ പൊസിഷൻ നമ്പർ 20 ആണ്, ഇയുടേത് 5 ആണ്, എയുടേത് 1 അല്ലെങ്കിൽ 27 എന്ന് കണക്കാക്കണേ. കാരണം 26ാമത്തേത് സെഡ്, അത് കഴിഞ്ഞതിന് ശേഷം 27. സോ ഇവിടെ നിന്ന് അടുത്തലോട്ടേക്ക് R 18 ആണ്, F 6 ആണ്, Y 25 അറിയാലോ. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലോട്ടേക്കുള്ള മാറ്റം എന്താ സംഭവിച്ചിട്ടുള്ളത്? -2. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എന്താ? +1. ഇവിടെ നിന്നോ -2 അഗെയിൻ, അങ്ങനെ തന്നെ. അപ്പോൾ അതേപോലെ തന്നെയാണ് അടുത്ത കോഡ് തന്നിരിക്കുന്നത് കൂടെ നമുക്ക് നോക്കണ്ടേ. ഒരു കൺഫർമേഷന് വേണ്ടി കോഫി എന്നുള്ളതിനുള്ള തന്നിരിക്കുന്ന കോഡ് എന്താ? കോഫി. അതിന് തന്നിരിക്കുന്ന കോഡ് എന്താ? APDGCF. സോ ഇതിൻ്റെ പൊസിഷൻ വാല്യൂസ് നമുക്ക് എടുത്ത് എഴുതി വെച്ചൂടെ? സിയുടെ പൊസിഷൻ വാല്യൂ 3 ആണ്, ഓട് 15 ആണ്, F6 അഗെയിൻ F6 5 ഏടത് 1 അല്ലെങ്കിൽ 27 സാഹചര്യം എവിടെയാണെന്ന് പറയാനാവില്ല. P16 D4 G7 C3 F6 അഗെയിൻ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ കോഡ് ഇവിടെ ഇപ്പോൾ എങ്ങനെ നമുക്ക് കോഡ് കിട്ടിയിട്ടുള്ളത്? -2 +1 -2. അതേപോലെ തന്നെയാണ് അടുത്ത കോഡും തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കൂടെ? അപ്പോൾ ഇവിടെ നോക്കുന്നതിന് 3 -2 ശരിയാണ്. O 15 +1 ആണ്, F -2 4 ആണ് കിട്ടുന്നത്, 6 +1 ആണ്, +2 -1. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കോഡ് കറക്റ്റാണ്. അതൊന്ന് റീചെക്ക് ചെയ്തു എന്നത് മാത്രമേ ഇപ്പോൾ ചെയ്തുള്ളൂ. സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വന്നൂടെ? എന്താ ക്വസ്റ്റ്യൻ? എന്താ? ഷുഗറിൻ്റെ കോഡ് എന്താണെന്നുള്ളതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷുഗർ നമ്മൾ എഴുതുന്നു SUGAR. ഷുഗറിൻ്റെ പൊസിഷൻ വാല്യൂസ് എന്താ? S19 U21 G7 A1 അല്ലെങ്കിൽ 27 ഏത് വേണമെങ്കിലും വരാം, R 18. ഇതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം? -2. 19 നിന്ന് -2 വെച്ചാൽ 17. 17ാമത്തേത് ഏതാ? Q. അടുത്തതിനെന്താ? +1 U +1 22. 22 ഉള്ളത് V. G 7 -2 അഞ്ചാമത്തെ ലെറ്റർ E. അഗെയിൻ +1 27 +1 B. R -2 18ാമത്തേത് 16ാമത്തേത് V. QVEBP. നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ലെറ്റർ വെൻ സീക്വൻഷ്യലി പ്ലേസ്ഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വിൽ കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ്? 1 2 3 ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അവിടെ ഞാനത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഒരു ടഫായിട്ടൊക്കെ തോന്നുമെങ്കിലും അങ്ങനെ ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഒരുപാട് ലെങ്തി ആണ്, ഇത് സ്കിപ്പ് ചെയ്യണോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല. ഇത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഒരു സീരീസ് തന്നിട്ടുണ്ടാവും, ആ സീരീസ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സീരീസ് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഡിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗെയിൻ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയെങ്കിലും നമുക്ക് നോക്കാം. DEFGHI ഫിനിഷായി. അഗെയിൻ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയെങ്കിലും നമുക്കത് കൺഫർമേഷന് വേണ്ടി നോക്കിയൂടെ? DEFGHI. അപ്പോൾ ഇനി ഇവിടെ നോക്കിയാലോ? DEFGHI കൺഫേം ആയേ. നമ്മൾ ഏത് സീരീസിലത് പോകുന്നത്? DEFGHI എന്നുള്ള സീരീസ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് സുഖമായിട്ട് അവിടെ ഏതൊക്കെയാണ് ആ സ്പേസിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഫില്ല് ചെയ്യാമല്ലോ. DEFGHI ബാക്കി DEFGH അഗെയിൻ DEFG അഗെയിൻ DEF. സോ അവിടെ ഫില്ലായിരിക്കുന്ന പാർട്ട് ഏതൊക്കെയാണെന്നുള്ളതല്ലേ ചോദിച്ചിരിക്കുന്നത്? IHGF ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ,
ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ലെങ്തി ആയിട്ടൊക്കെ തോന്നുമെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ ഞാനത് വായിക്കുന്നില്ല, കാര്യം പറഞ്ഞു തരാം. ഇത് ക്വസ്റ്റ്യൻ ഫെമിലിയർ ആവുന്നതിനനുസരിച്ച് നിങ്ങൾ ഓക്കെ വരും. താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കണം. പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാ, നമുക്ക് അറിയുന്ന കോമൺലി നോൺ ആയിട്ടുള്ള ഫാക്റ്റുമായിട്ട് അതിന് എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, അവിടെ മുതലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേരിയൻസോ കാര്യങ്ങളോ നമ്മൾ ലോജിക്കലി ചിന്ത ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് വേരിയേഷൻസ് കാണും. പക്ഷേ അത് വേണ്ട, ഇത് ട്രൂ ആണ്. അതിൽ നിന്ന് കുറച്ച് കൺക്ലൂഷൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കൺക്ലൂഷൻ ഉണ്ട്, അതും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ, ഇത്രയേ ക്വസ്റ്റ്യനുള്ളൂ. സോ ഇത് നമ്മൾ വെൻ ഡയഗ്രത്തിൻ്റെ മെത്തേഡല്ലേ ഉപയോഗിക്കാറ്. അപ്പോൾ എന്താ, സം യു ആർ സി, സം യു എന്നുള്ളത് ഇങ്ങനെ യൂസ് ചെയ്യുന്നു, യു ആർ സി, കുറച്ച് യു എന്ന് പറയുന്നത് സി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വേറെ എന്താ, അടുത്ത ഡാറ്റ എന്താ തന്നിരിക്കുന്നത്, നോ എൽ ഈസ് യു. നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, യുവും എല്ലും ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. വെൻ ഡയഗ്രം ആയല്ലോ. ഇനി അടുത്ത കൺക്ലൂഷൻ എന്താ തന്നിരിക്കുന്നത്, എന്താ, സം എൽ ആർ യു, സം എൽ ആർ യു. ഒരിക്കലാവില്ലല്ലോ, യു ഒരു യുവും എൽ അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും സം എൽ ആർ യു ആവാൻ പോകുന്നില്ല. നെക്സ്റ്റ് എന്താ കൺക്ലൂഷൻ, സം സി ആർ നോട്ട് എൽ, സം സി ആർ നോട്ട് എൽ. ഓൾറെഡി സെക്കൻഡ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് ഒറ്റ യുവും എൽ അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലേ ഈ സി എന്ന് പറയുന്നത്. സോ എന്ത് പറയാം, ഈ കുറച്ച് പോർഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് എൽ ആയിരിക്കില്ല. അപ്പോൾ എന്താണ്, കൺക്ലൂഷൻ 2 ശരിയാണ്. ഇനി നമ്മുടെ ഓപ്ഷനിലോട്ടേക്ക് വരുന്ന സമയത്ത് ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റർ പെയർ ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സീക്വൻസ് അതിനുശേഷം ഒന്ന് നെക്സ്റ്റ് ഏത് സിമിലർ ആയിട്ടുള്ളത് ഓർഡറിൽ വരുന്നതല്ല ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതൊരു പെയറാണ്, രണ്ടെണ്ണം. അപ്പോൾ അതേപോലെ സിമിലർ ആയിട്ടുള്ള പെയർ ഏതെന്നുള്ളത്, കാരണം ഇവിടെ ഏതാ 2 ഡോട്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ അറിയുന്ന കാര്യം തന്നെ, എന്താ ചെയ്യേണ്ടത്, ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കാം എന്താണ് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത്. അതിന് ഏറ്റവും ഈസി മെത്തേഡ് ഉണ്ട്, അതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ പൊസിഷൻ നമ്പേഴ്സ് നമുക്ക് ഇട്ട് വെച്ചിട്ടേ, ഡിയുടേത് 4 ആണ്, G7, K11, X24, F6 ആണ്, I9 ആണ്, M13, Z26. ഇനി ഓരോ പൊസിഷനിലെ ആദ്യത്തെ ആ 4 എണ്ണത്തിൽ നിന്നുള്ള ഒന്നാമത്തതിനും അടുത്തതിൻ്റെ ഒന്നാമത്തും തമ്മിലുള്ള റിലേഷൻ നോക്കുന്ന സമയത്ത് എന്താ ഉള്ളത്, +2. എഗെയിൻ രണ്ടാമത്തതും അടുത്ത വേർഡിൻ്റെ രണ്ടാമത്തതും +2, 11 +2, 24 +2 എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നിരിക്കുന്ന സീക്വൻസ് എന്താണ്, ഇതിൻ്റെ ഓർഡർ എന്താണ്, എല്ലാം അതിൽ നിന്നും രണ്ടാമത്തത് +2 ഇതിൽ നിന്ന് എഴുതി വെച്ചിട്ടുള്ള ആൽഫബറ്റാണ് രണ്ടാമത്തത്. സിമിലർലി വരുന്ന പെയർ ഏതാണ് അത് നോക്കിയാൽ മതി, വളരെ എളുപ്പമാണ്. അപ്പോൾ മുഴുവൻ എല്ലാം ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 23 ആണ് ഇതിൻ്റെത്. സിമിലർലി നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രകാരമാണ് എങ്കിൽ 23 + 2 25-ാമത്താണ് വരേണ്ടത്. 25-ാമത്തല്ല, 13-ാമത്തതാണ് M. സോ അതല്ല. എക്സിൻ്റെ 24 ആണ്, 24 + 2 26 Z ആയിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്, അതുകൊണ്ട് ബാക്കിയുള്ളത് നോക്കണ്ട. B2 ആണ്, 2 + 2 4, ഫോർത്ത് ലെറ്റർ ആയിട്ടുള്ള ഫോർത്ത് ആൽഫബറ്റ് ആയിട്ടുള്ള D ആയിരുന്നു വരേണ്ടത്, അതുമല്ല. എഫിൻ്റെത് നമ്മൾ ഇത്രയും ചെയ്ത് കോൺഫിഡൻ്റ് ആണ് എങ്കിൽ ആൻസർ വൈസിൽ ചിന്തിക്കുന്നതിന് D നമുക്ക് വർക്ക് ചെയ്തൂടെ. പക്ഷേ ഇങ്ങനെ കൺഫേം ചെയ്യാം. എഫിൻ്റെ 6 ആണ്, 6 + 2 H കറക്റ്റാണ്. V 22 ആണ്, 22 + 2 X ആണ്. K 11 ആണ്, 11 + 2 M 13th നമ്പറാണ്. G7 ആണ്, I9 ആണ്. എല്ലാ സാധനങ്ങളും എല്ലാ ആൽഫബറ്റും +2 +2 എന്നുള്ളത് തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരുന്ന സമയത്ത്, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഇഫ് റെയിൻബോ ഈസ് കോഡഡ് ആസ് ഒരു കോഡ് തന്നിട്ടുണ്ട്, സൺഷൈൻ ഈസ് കോഡഡ് ആസ് മറ്റൊരു കോഡ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ, വാട്ട് വിൽ ബി ദ കോഡ് ഫോർ മൂൺലൈറ്റ്. മൂൺലൈറ്റിൻ്റെ കോഡ് എന്താണെന്നുള്ളതാണ്. എങ്ങനെയാണ് ചെയ്യാതെ, നമ്മൾ ഇതിൽ നിന്ന് 2 വേർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് കോഡും ഉണ്ട്, അതൊന്ന് ഡീകോഡ് ചെയ്തെടുക്കണം, അത്ര തന്നെയല്ലേ ഉള്ളൂ. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ ചെയ്ത് തുടങ്ങിക്കൂടെ. അപ്പോൾ റെയിൻബോ എന്നുള്ള വേർഡ് ഞാനിവിടെ എഴുതുകയാണ്, RAINBOW. കോഡ് എന്താ തന്നിരിക്കുന്നത്, S19OC1X.
ഒന്ന് സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല, ചില ലെറ്റേഴ്സിൻ്റെ താഴെ വരുന്നത് നമ്പേഴ്സാണ്, ചിലതിന് ആൽഫബറ്റ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റേഴ്സ് വന്നിട്ടുള്ളത് മാത്രം എഴുതി വെക്കുക, സർക്കുലേറ്റ് ചെയ്യുക. എ എന്ന് പറയുന്നതിൻ്റെ സെയിം പൊസിഷൻ വാല്യൂ ആണ് അവിടെ തന്നിട്ടുള്ളത്. ഐ എന്ന് പറയുന്നതിൻ്റെ ഐ 9ാമത്തെ ആൽഫബറ്റാണ്, സെയിം നമ്പർ തന്നിട്ടുണ്ട്. വേറെ എന്താ തന്നിട്ടുള്ളത്? ഒ എന്ന് പറയുന്നതിന് ഇവിടെ 15 ആണ്, 15. ഒ എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ വാല്യൂ 15ാമത്തെ ആൽഫബറ്റാണ്, ആ 15 തന്നെയാണ് തന്നിരിക്കുന്നത്. ബാക്കിയുള്ള തമ്മിൽ നോക്കുന്ന സമയത്ത് എന്താ, ആറിൻ്റെ പൊസിഷൻ വാല്യൂ 18 ആണ്, എസിൻ്റെ 19 ആണ്. സോ ഇവിടെ നിന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത്? +1. എന്നിൻ്റെത് 14 ഓരുടേത് 15 എഗെയിൻ എന്താ സംഭവിച്ചത്? +1. ബിയുടേത് 2 എല്ലാവർക്കും അറിയാലോ, സിയുടേത് 3 എഗെയിൻ +1. ഡബ്ല്യുടേത് 23 എക്സ് 24 +1. അവിടെയുള്ള പൊസിഷനിൽ കിടക്കുന്ന ആൽഫബറ്റ് എന്താണോ അത് എഴുതി വെച്ചു. ഇങ്ങനെ തന്നെയാണോ അടുത്തത് തന്നിരിക്കുന്നത്? ഒന്ന് കൺഫർമേഷന് വേണ്ടി മാത്രം നോക്കുകയാണ്. സൺഷൈൻ SHINE കോഡ് എന്താ തന്നിരിക്കുന്നത്? T21OT5 ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കേണ്ടത് വെക്കാം, യു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊസിഷൻ വാല്യൂ യു 21ാമത്തെ ആൽഫബറ്റാണ്. ഐ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെതിനും 9ാമത്തെ ആൽഫബറ്റാണ്, അത് തന്നിട്ടുണ്ട്. ഇ എന്ന് പറയുന്നതിൻ്റെത് എന്താ, 5ാമത്തെ ആൽഫബറ്റാണ്, ആ 5 തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കി സിമിലർലി അങ്ങനെ തന്നെയാണ്, കൺഫേം ചെയ്യേണ്ട കാര്യമല്ല. +1 പറയുന്ന അടുത്ത ആൽഫബറ്റ് എന്താണോ അങ്ങനെ തന്നെ എഴുതി വെച്ചു. അപ്പോൾ ഇതിൽ നിന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ടല്ലേ, എന്താ, ഏതിനൊക്കെ ഈ പൊസിഷൻ നമ്പേഴ്സ് ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്? വവൽസിൻ്റെ മുഴുവനുള്ളതിന് എന്താണ് പൊസിഷൻ വാല്യൂ ഇട്ട് വെച്ചിരിക്കുക ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളത് എല്ലാത്തിൻ്റെയും +1 ഇങ്ങോട്ടേക്ക് എഴുതി വെച്ചു. സോ ഏതാ നമുക്ക് വേണ്ട സാധനം? എന്താ, മൂൺലൈറ്റ്. മൂൺ LIGHT. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി നല്ലൊരു കോഡ് കിട്ടിയിട്ടുണ്ടല്ലേ. എന്താ, വവൽസ് ആയിരിക്കുന്ന സാധനങ്ങളുടെ AEIOU അതിന് മുഴുവൻ എന്താ പൊസിഷൻ വാല്യൂ എഴുതിയതാണ്. ഓടെ പൊസിഷൻ വാല്യൂ 15, എഗെയിൻ 15, ഐയുടേത് 9 ആണ്. അപ്പോൾ അങ്ങനെ ഒരു മാത്രം ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതുണ്ടോ? ദെൻ ഇവിടെ 2 സ്പേസ് ഉണ്ട്, നമുക്ക് നേരിട്ട് ആൻസറിലോട്ടേക്ക് 15 ആക്ച്വലി നമുക്ക് ഡിയിലോട്ടേക്ക് നേരിട്ട് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. കാരണം 2 ആൽഫ ഒരു ലെറ്റർ, ദെൻ 2 നമ്പേഴ്സ്, 2 സ്പേസ്, അവിടെ 2 ആൽഫബറ്റ്സ് ആണ് വരുന്നത്, ദെൻ ഒരു നമ്പർ. ഈ സെയിം സാധനം നമുക്ക് ഇവിടെ കിട്ടിയില്ലേ. ഇത് എക്സാം വൈസിൽ ചെയ്യുന്ന സമയത്ത് കിട്ടും. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കുന്ന സമയത്ത് +1. M 13ാമത്താണ്, 14ാമത്തത് N 14 15ാമത്തത് O, L 12 13ാമത്തത് M. ഇതേ ഓർഡറിൽ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഞാൻ ആൻസർ മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വന്നൂടെ. 2 പൊസിഷൻ ഓഫ് എ ഡൈസ് ആർ ഗിവൺ ബിലോ, വാട്ട് വിൽ കം ഓൺ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് കണ്ടെയ്നിങ് 3 on it. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. 2 ഡൈസ് തന്നിട്ടുണ്ട്. ഈ 3 എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഫേസ് എന്താണ്? അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. എന്താ, ഒരു ഡൈസ് എന്ന് പറയുന്നതിന് 6 വശങ്ങളാണുള്ളത്. ഈ 6 വശങ്ങളിലുള്ളിൽ ഈ ഒരു പൊസിഷനിൽ വെക്കുന്ന സമയത്ത് ഇത് ഒരേ സെയിം ഡൈസ് 2 രീതിയിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ ഒരു കുഞ്ഞി ഐഡിയ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഇമാജിനേഷൻ രീതിയിലൊക്കെ ചെയ്ത് കൊണ്ടുവരാം, അതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. 2 ഫേസ് കാണുന്ന സമയത്ത് ഇതാ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഈ 2 സൈഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ഫേസ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 1 കാണുന്നുണ്ടല്ലേ, അതവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് മുതൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടേക്കോ റൊട്ടേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ടേക്ക് മാത്രം ചെയ്യുക. രണ്ടും എങ്ങനെയാണോ ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാണ്. 1ൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടേക്ക് അവസാനം വരെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു. വിച്ച് മീൻസ് ഞാനതൊന്ന് എഴുതി വെക്കുകയാണ്. 1 4 3 നമ്മുടെ ഒരു പഴയ കോഡല്ലേ, കിടന്നോട്ടെ. അടുത്ത ഡൈസിൻ്റെയും ഞാൻ എന്താണ് അതേപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അതേ ഓർഡറിൽ തന്നെ താഴോട്ടേക്ക് എഴുതുന്നു. 1 6 5. ഇനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ 2 ഫേസസ് ഓപ്പോസിറ്റാണ്, ഈ 2 ഫേസസ് ഓപ്പോസിറ്റാണ്. ഇനിയിപ്പോൾ ഒന്നിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിലിപ്പോൾ അവൈലബിൾ അല്ലാത്ത നമ്പർ ഏതാണോ അത്. പക്ഷേ നമ്മളോട് ചോദിച്ചത് എന്താ, 3യുടെ ഓപ്പോസിറ്റുള്ള നമ്പർ ഏതാണെന്നല്ലേ. 3യുടെ ഓപ്പോസിറ്റ് വരുന്ന നമ്പർ ഏതാ? 5.
ഓപ്ഷൻ ബി കിട്ടിയേ. സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനെന്താ ആദ്യം വേണ്ടത് പറ. ആദ്യം എന്ത് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, ഏത് അറേഞ്ച്മെൻറ്റിലാണ് ഇരിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. സർക്കുലർ രീതിയിലാണോ ലീനിയർ ആയിട്ടാണോ ഇരിക്കുന്നത്, ടേബിളിന് ചുറ്റുമാണോ ഇരിക്കുന്നത്, ആ സ്ട്രക്ചർ മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം കുറച്ച് പസിൽസ് ഉണ്ട്, എത്ര വ്യക്തികളുണ്ടെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കിയത് നല്ലതാണ്. ദെൻ അതിൽ കുറച്ച് പസിൽസ് ഉണ്ട്, ആ ഒരു സ്ട്രക്ചറിലോട്ടേക്ക് ഈ പസിൽ സോൾവ് ചെയ്ത് നമ്മൾ അതിലോട്ടേക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊന്ന് വായിച്ച് തുടങ്ങിക്കൂടെ. PQRS TU ആൻഡ് V ആയി. അപ്പോൾ എന്തായി, 7 പേരാണെന്നുള്ള ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടി. ആണ് സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് നോർത്ത്. അപ്പോൾ നമുക്കൊരു ഇത് കൂടി അറിഞ്ഞിരുന്നോട്ടെ, NEWS ലീനിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ നോർത്തിലോട്ടേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത്. ആ ഡാറ്റ നമുക്ക് കിട്ടി. എന്നുവെച്ചാൽ 7 പേര് ഇരിക്കുന്നുണ്ട്. ഇനി ബാക്കി നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്ത് വരണം. U ഈസ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് T. അതല്ല നമുക്ക് കിട്ടിയ ആദ്യത്തെ ഡാറ്റ. U ഈസ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് T. ടീൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യമുണ്ട്, നോർത്തിലോട്ടേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഇടത്തും വലത് വശം ഉണ്ടല്ലേ, ഇത് തന്നെയല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഇത് അവരുടെ റൈറ്റ് സൈഡുമായിട്ട് മാറൂലേ. അപ്പോൾ ആ രീതിയിൽ മാത്രം ഈ ഒരു സ്ട്രക്ചർ അവിടെ മനസ്സിൽ വെക്കുക. ദെൻ ഇവിടെ സോൾവ് ചെയ്ത് തുടങ്ങണം. U ഈസ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് T. ടിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് U ഇരിക്കുന്നത്. T ഈസ് ദ ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് V. T ഈസ് ദ ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് വിയുടെ ഫോർത്ത് ടു ദ റൈറ്റിലാണ് T ഇരിക്കുന്നത്. വിച്ച് മീൻസ് 1 2 3 നാലാമതായിട്ടാണ് ആര് V ഇരിക്കുന്നത്, ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് V. അടുത്തത് എന്താ, ബാക്കി തന്നിരിക്കുന്ന ഡാറ്റ എന്താ, R ഈസ് ദ നൈബർ ഓഫ് Q ആൻഡ് S. R ഈസ്, അത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. R ഈസ് ദ നൈബർ ഓഫ് ആർക്ക്, Qൻ്റെയും എസിൻ്റെയും നൈബറാണ്. അപ്പോൾ ആറിന് ഇങ്ങനെ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലല്ലോ, 2 സൈഡ് മാറി ഇരുന്നൂടെ, ലെഫ്റ്റ് റൈറ്റിൽ. നൈബറിന് മാത്രമല്ല ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ, Q ആൻഡ് S. പേഴ്സൺ ഹൂ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് S ഈസ് അറ്റ് ദ വൺ ഓഫ് ദ എൻഡ്. അടുത്ത സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുള്ള അതാണ്. എസ്സിൽ നിന്ന് മൂന്നാമത് ഇരിക്കുന്ന വ്യക്തി 1 2, ഇവിടെ ഒരു വ്യക്തി കൂടി ഇരിക്കുകയാണ് എങ്കിൽ ഈ സ്ട്രക്ചറിൽ ഇത് എൻഡാണ്. ഇവിടെ ആണെങ്കിൽ 1 2 3, ഇതാണ് അത് എൻഡ്. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വേർഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഏതോ ഒരെണ്ണം നമ്മുടെ മെയിൻ സ്ട്രക്ചറിലോട്ടേക്ക് ആഡ് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതെടുക്കൂ അല്ലെങ്കിൽ താഴത്തെ രണ്ടാമത്തെ എടുക്കുമോ. ആ സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കിവിടെ തന്നിട്ടുള്ളൊരു ഡാറ്റയല്ലേ, 7 പേര് ഇരിക്കുന്നുള്ളൂ. ഈ ഒരു വ്യക്തി, ഇവർ 3 പേരും ഒരുമിച്ചിരിക്കണം, ആ സ്പേസ് ഇതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ 3 പേര് ഇവിടെ ഇരിക്കുന്നു. ദെൻ 1 2 3 1 2 3. അപ്പോൾ ടോട്ടൽ എത്ര പേരായി, 1 2 3 4 5 6 7 8 പേര് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. സോ എന്താണ്, ഇതല്ല. അപ്പോൾ ഇത് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് നമ്മളിത് എന്താ ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്തിട്ട് എലിമിനേഷൻ ത്രൂ നമ്മുടെ സ്ട്രക്ചറിലോട്ടേക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നത്. സോ ഓക്കെ ആയി. QRS ഇവിടത്തോട്ടേക്ക് ഇട്ടു. V എന്ന് പറയുന്ന എക്സ്ട്രീം എൻഡിലുള്ള ആളാണ്. ഇനിയിപ്പോൾ ബാക്കി ഇവിടെ ആരാ ബാക്കിയിരിക്കുന്നത്, P ആണ്. ഇനി നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്താ, ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് R. Rൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഇരിക്കുന്ന വ്യക്തി ആരാണ്, S ആണ് ആൻസർ. ഓപ്ഷൻ ഡി. വളരെ സിമ്പിളായിട്ട് നമ്മൾ സോൾവ് ചെയ്തില്ലേ. In the following question, select the related letters from the given alternatives. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തത് അങ്ങനെയല്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടുത്തെ 2 ഡോട്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു പെയറാണ്. ഈ ഒരു പെയർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. സിമിലർലി ഈ തന്നിരിക്കുന്നതും അതേപോലൊരു സാധനം, അതെന്താണെന്നുള്ള കണ്ടുപിടിക്കുക. അപ്പോൾ സിമിലർ നമുക്കൊന്ന് ഡീകോഡ് ചെയ്താൽ മതി. ACI ഞാനൊന്ന് താഴോട്ടേക്ക് ഇട്ടു. നോക്കുന്ന സമയത്ത് എന്താ, A അതേപോലെ എഴുതിയിട്ടുണ്ട്, I അതേപോലെ എഴുതിയിട്ടുണ്ട്. ഇയുടെ പൊസിഷൻ വാല്യൂ 5, സിയുടേത് 3 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് അവരെന്താ ചെയ്തിരിക്കുന്നത്, -2 ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് ഇവിടെ ആ കാര്യം ചെയ്തൂടെ. N അതേപോലെ തന്നെ ഇവിടത്തോട്ടേക്ക് ഇറക്കി ചെയ്തു, Vയും അതേപോലെ തന്നെ എഴുതി. Rൻ്റെ പൊസിഷൻ വാല്യൂ 18 അതിൽ നിന്ന് -2 ചെയ്തു. -2 ചെയ്താൽ ഏതാ, 16ാമത്തത് P16, NPV. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ. എ പേപ്പർ ഈസ് ഫോൾഡഡ് ആൻഡ് കട്ട് ആസ് ഷോൺ ബിലോ. ഹൗ വിൽ ഇറ്റ് അപ്പിയർ വെൻ അൺഫോൾഡഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാര്യമൊന്നുമില്ല. ഒരു പേപ്പർ തന്നു, അത് നമ്മൾ ആദ്യം മടക്കി, അതിനുശേഷം ആ പീസിൽ നിന്ന് പിന്നെ ഒന്നുകൂടെ ഏത് സൈഡിലോട്ടേക്ക്, റൈറ്റ് സൈഡിലോട്ടേക്ക് മടക്കി, അതിനുശേഷം ഇവിടെ നമ്മളൊരു കുഞ്ഞി കട്ട് ചെയ്തു.
ഒരു കുഞ്ഞിങ്ങനെ മുറിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എന്താ ചെയ്യുക, എന്നിട്ടത് അഗെയിൻ എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് ആ രീതിയിലോട്ടേക്ക് അൺഫോൾഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതെന്ത് വരും, ആദ്യം ഇവിടെ ഒരു പോർഷനിൽ ഇങ്ങനെ വരും, ഈ സെയിം പീസ് ഒന്നുകൂടി മുകളിലോട്ടേക്ക് വരുമ്പോൾ എന്തായി മാറും, ഈ കട്ടിങ് മുഴുവനായിട്ട് ഇതാ ഇവിടെ മുകൾ ഭാഗത്തും വരൂലേ. അതേപോലെ ഓപ്ഷൻ നമുക്കുണ്ടോ, ഇതാ ഓപ്ഷനെ കഴിഞ്ഞു.